നമസ്കാരം. ശ്രീഭദ്ര ജ്യോതിഷത്തിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് വിഷുഫലം 2025 എന്ന സീരീസിൽ പൂരാട നക്ഷത്രക്കാരുടെ 2025 വിഷുഫലം സാമാന്യമായിട്ടൊന്ന് നോക്കാം. അപ്പോൾ ശനി മീനത്തിലും വ്യാഴം ഇടവത്തിലും നിൽക്കെ കൊല്ലവർഷം 1200 മേടമാസം 1-ാം തീയതി തിങ്കളാഴ്ച ഉദയത്തിന് മുമ്പ് 7:25 വിനാഴികയ്ക്ക് ചോതി നക്ഷത്രവും തുലാക്കൂറും കൃഷ്ണപക്ഷ പ്രഥമതിഥിയും വരാഹകരണവും വജ്രനാമ നിത്യയോഗവും കൂടിയ സമയത്താണ് മേടവിഷു സംക്രമം നടന്നത്. 2025 ഏപ്രിൽ 14 രാവിലെ 3:21. ഈ ഒരു സമയത്തുള്ള തിഥി എന്ന് പറയുന്നത് പ്രഥമ തിഥിയാണ്. കരണം വരാഹകരണമാണ്. അന്നത്തെ നിത്യയോഗം എന്ന് പറയുന്നത് വജ്രനാമ നിത്യയോഗമാണ്. സംക്രമ നക്ഷത്രം എന്ന് പറയുന്നത് ചോതിയാണ്. അപ്പോൾ ഇതിനെ അടിസ്ഥാനപ്പെടുത്തി നമുക്ക് പൂരാട നക്ഷത്രക്കാരുടെ വിഷുഫലവും നോക്കാം. പൂരാട നക്ഷത്രം ആദിഷട്കം എന്ന വിഭാഗത്തിലാണ് ഉൾപ്പെടുന്നത്. സംക്രമ നക്ഷത്രത്തെ അടിസ്ഥാനപ്പെടുത്തിയുള്ള ഫലമാണ് ഈ ഷട്കവും ശൂലവുമായിട്ട് വേർതിരിക്കുന്നത്. സംക്രമ നക്ഷത്രത്തെ അടിസ്ഥാനപ്പെടുത്തിയിട്ട് ആദിഷട്കം, അന്ത്യഷട്കം, മധ്യഷട്കം എന്നും ആദിശൂലം, മധ്യശൂലം, അന്ത്യശൂലം എന്നും 6 വിഭാഗമായിട്ട് നക്ഷത്രങ്ങളെ നമ്മൾ വേർതിരിക്കുന്നുണ്ട്. അതിൽ ആദി ഷട്കം എന്ന വിഭാഗത്തിലാണ് പൂരാടം വരുന്നത്. ഈ ഷട്കം എന്നുള്ള ഗ്രൂപ്പിൽ വരുന്നവർക്കെല്ലാം ഗുണകരമായ വിഷുഫലങ്ങളാണ് സംക്രമ നക്ഷത്രത്തിൻ്റെ അടിസ്ഥാനത്തിൽ പറയാൻ കഴിയുന്നത്. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ അവർക്ക് വിവാഹ യോഗമുണ്ട്, ജോലിയിൽ മെച്ചമായ അനുഭവങ്ങളുണ്ടാകും, സ്ഥാനക്കയറ്റത്തിനും ഉദ്ദേശിക്കുന്ന സ്ഥലത്തേക്കുള്ള സ്ഥലം മാറ്റം ലഭിക്കാനുമൊക്കെ സാധ്യതയുണ്ട്, മേലധികാരികളുടെ പ്രീതി ലഭിക്കും, അതുപോലെ തന്നെ കാര്യക്ഷമമായിട്ട് ഏൽപ്പിക്കുന്ന ജോലി ചെയ്തു കൊടുക്കാനും സാധിക്കും, സമയത്ത് തന്നെ ജോലിയൊക്കെ തീർക്കാനായിട്ട് സാധിക്കും. എന്തെല്ലാം സമ്മർദ്ദം വന്നു കഴിഞ്ഞാലും അതിനെയൊക്കെ അതിജീവിച്ച് മുന്നോട്ട് പോകാനും ഈ പൂരാട നക്ഷത്രക്കാർക്ക് ഈ സമയത്ത് സാധിക്കുന്നതാണ്. അതുപോലെ കലാരംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് അനുകൂലമാണ്, രാഷ്ട്രീയ രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് ഈ കാലം അനുകൂലമാണ്. അപ്പോൾ അങ്ങനെ നോക്കുമ്പം പൂരാട നക്ഷത്രക്കാർക്ക് സംക്രമ നക്ഷത്രത്തിൻ്റെ അനുഭവം എന്ന് പറയുന്നത് ഗുണകരമായിട്ടാണ് വരുന്നത്. പിന്നെ വിഷുഫലം നമ്മൾ വിശദമായിട്ട് നോക്കുമ്പം പല ജീവിതത്തിലെ നമുക്ക് ഭാവിയിലേക്ക് ഉതകുന്ന പല സുപ്രധാന തീരുമാനങ്ങളും ഈ സമയത്ത് കൈക്കൊള്ളാൻ കഴിയുന്ന ഒരു വർഷമാണ്. നേട്ടങ്ങൾ ധാരാളമായിട്ട് ഉണ്ടാകും. ജീവിതം നമുക്കൊന്ന് ആസൂത്രണം ചെയ്തു പോകാനുള്ളൊരു കാലഘട്ടമാണ്. നമ്മൾ ഇതൊക്കെ ഒരു മോട്ടിവേഷനെന്നോ അല്ലെങ്കിൽ ഒരു മുന്നറിയിപ്പെന്നോ അല്ലെങ്കിൽ നിങ്ങളിലേക്ക് ഒരു അറിവെത്തിക്കുന്നു എന്ന് മാത്രം വിചാരിച്ചാൽ മതി. അതായത് ജീവിതം ഒന്ന് പ്ലാൻ ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുന്ന ഒരു ഘട്ടമാണ് പൂരാട നക്ഷത്രക്കാർക്ക് ഈ വിഷു മുതലുള്ള ഒരു വർഷം. ഭൂമിയിൽ നിക്ഷേപം നടത്താം. ഭൂമിക്കൊക്കെ വില അല്പം താഴ്ന്നു നിൽക്കുന്ന സമയമാണ്. അതിൽ താല്പര്യമുള്ളവർക്ക് ഭൂമിയിൽ നിക്ഷേപം നടത്താൻ കഴിയുന്ന സമയമാണ്. അനുകൂലമായ സ്ഥലങ്ങൾ സെലക്ട് ചെയ്ത് മാത്രം നിക്ഷേപം നടത്തുക. ഒരുപാട് ഉൾപ്രദേശങ്ങളിൽ പോയി വാങ്ങിച്ചിട്ട് കാര്യമില്ലല്ലോ. ഭാവിയിൽ ബിസിനസ് വരാൻ സാധ്യതയുള്ള സ്ഥലങ്ങളിൽ, അതുപോലെ തന്നെ ഷെയർ മാർക്കറ്റിലും അവർക്ക് ലാഭം ഉണ്ടാക്കാൻ സാധിക്കും. അതും പക്ഷേ ഈ ഇൻട്രാഡേ ട്രേഡിങ് പോലുള്ള ചൂത് കളി പോലുള്ള കാര്യങ്ങളിൽ ഏർപ്പെടാതിരിക്കുന്നതാണ് നല്ലത്. ഷെയർ മാർക്കറ്റിലെ ഏറ്റവും ഫെയർ ആയിട്ടുള്ള ഒരു രീതിയിൽ നമ്മൾ നല്ല കമ്പനികളുടെ ഷെയർ വാങ്ങി സൂക്ഷിക്കുക. ഷെയർ അല്പം താഴ്ന്നു വരും ഇനിയും. ആ ഒരു സമയത്ത് നമുക്ക് അതിൽ ഇൻവെസ്റ്റ് ചെയ്യാനും ഭാവിയിലേക്ക് ഒരു മുതൽക്കൂട്ടാക്കാനും ഒക്കെ സാധിക്കും. അതുപോലെ തന്നെ പ്രണയിക്കുന്നവർക്ക് അനുകൂലമായ കാലഘട്ടമാണ്. വിദ്യാർത്ഥികൾക്ക് നല്ല മികച്ച നേട്ടങ്ങൾ കൈവരിക്കാൻ സാധിക്കും. ചെറുകിട വ്യവസായങ്ങളൊക്കെ നടത്തുന്നവർക്ക് ഗുണകരമായ ഒരു കാലമാണ്. പിന്നെ ഈ എൻ്റർപ്രണേഴ്സിന്, അതായത് സംരംഭകർക്ക് പുരസ്കാരങ്ങളും അംഗീകാരമൊക്കെ കിട്ടാൻ സാധ്യതയുണ്ട്. സ്റ്റാർട്ടപ്പ് നടത്തുന്നവർക്ക് ഗുണകരമായ കാലമാണ്. കടബാധ്യതകൾ കുറേയെങ്കിലുമൊക്കെ കൊടുത്തു തീർക്കാനായിട്ട് സാധിക്കും. പൂർണ്ണമായിട്ടും ഒഴിവാക്കാൻ പറ്റില്ല, എങ്കിലും ഒരു പരിധിവരെയൊക്കെ അത് ഒഴിവാക്കാം. വിദ്യാർത്ഥികൾക്ക് അന്യദിക്കിൽ പോയി ഉപരിപഠനം നടത്താനായിട്ട് സാധിക്കും. രോഗ ചികിത്സ ഫലിച്ചു തുടങ്ങും. നല്ലൊരു ഡോക്ടറെ കണ്ടെത്താനും അവിടെ ചികിത്സിക്കാനുമൊക്കെ സാധിക്കുന്നതാണ്. അതിലൂടെ ആശ്വാസം ലഭിക്കും. ഇനി ഗ്രഹസ്ഥിതി കൊണ്ട് നമ്മൾ നോക്കുമ്പോൾ ദീർഘയാത്രകൾ ചെയ്യേണ്ടി വരുന്നൊരു വർഷമാണ് പൂരാടം നക്ഷത്രക്കാർക്ക്. ചില കാര്യങ്ങളിൽ നമ്മൾ വളരെ ശുഭാപ്തി വിശ്വാസത്തോടെ പോയാലും ചെറിയൊരു തടസ്സം അല്ലെങ്കിൽ ഒരു ബ്ലോക്ക് ഉള്ള പോലെ നമുക്ക് അനുഭവപ്പെടും.
അതിൽ മനസ്സ് വിഷമിക്കേണ്ട. ഒന്നോ രണ്ടോ തവണ കൂടെ പരിശ്രമിക്കുക, കാര്യം സാധിച്ചെടുക്കാൻ പറ്റും. ബന്ധുക്കളിൽ നിന്നും ജീവിത പങ്കാളിയിൽ നിന്നുമൊക്കെ പിന്തുണ കിട്ടുന്ന കാലഘട്ടമാണ്. പ്രണയിക്കുന്നവർക്ക് ബന്ധുക്കളുടെ ഇടയിൽ നിന്ന് എന്തെങ്കിലും ഇടപെടലുകളൊക്കെ ഉണ്ടാകാം. എങ്കിലും അവിടെയും നമ്മൾ കാര്യം സാധിക്കും. എന്ന് വെച്ചാൽ നമ്മുടെ സന്തോഷകരമായ ഒരവസ്ഥയിലേക്ക് അല്ലെ വിവാഹത്തിലേക്ക് എത്തിക്കാനൊക്കെ സാധിക്കും. അമിത കോപം നിയന്ത്രിക്കാനായിട്ട് ശ്രദ്ധിക്കണം. എടുത്തു ചാടിയൊന്നും ചെയ്യരുത്. വീട് നിർമ്മാണത്തിനായിട്ടുള്ള പ്ലാനുകളൊക്കെ ചെയ്യും. ലോണുകളൊക്കെ കിട്ടും. മനസ്സിനെ വിഷമിപ്പിച്ചിരുന്ന പല കാര്യങ്ങളിൽ നിന്നും ആശ്വാസം കിട്ടുന്നതാണ്. വിവാഹത്തിന് യോഗമുണ്ട്. രോഗദുരിതങ്ങളിൽ നിന്ന് ആശ്വാസം ലഭിക്കുന്ന വർഷമാണ്. ഭക്ഷണ കാര്യങ്ങളിലെ കുറച്ചൊന്ന് സൂക്ഷിക്കുക. വൃത്തിയുള്ള സാഹചര്യത്തിൽ നിന്ന് മാത്രം ഭക്ഷണം കഴിച്ചാൽ മതി. ദീർഘയാത്രകളൊക്കെ ചിലപ്പോൾ വേണ്ടി വരും. ആ സമയത്തും നല്ല കടകളിൽ നിന്ന് ഫുഡ് കഴിക്കാനായിട്ട് ശ്രദ്ധിക്കുക. കാരണം ഫുഡ് മുഖേനയുള്ള ചെറിയ ചെറിയ രോഗങ്ങൾക്ക്, ഉദരരോഗങ്ങൾക്ക് സാധ്യതയുണ്ട്. ത്വക്ക് രോഗങ്ങൾ പോലും പിടിപെടാം. മോശമായ എണ്ണകളൊക്കെ ഉപയോഗിക്കുന്ന സ്ഥലങ്ങളാണെങ്കിൽ ത്വക്ക് രോഗങ്ങൾക്കും സാധ്യതയുണ്ട്. അപ്പോൾ ആ ഭക്ഷണം ഒന്ന് ശ്രദ്ധിക്കുക. പിന്നെ മൃഗങ്ങളെ കൈകാര്യം ചെയ്യുമ്പോൾ സൂക്ഷിക്കേണ്ടതാണ്. മൃഗങ്ങളെ, അതുപോലെ തന്നെ ജീവികളെ, പൊതുവിൽ പക്ഷിയാണെങ്കിലും മൃഗങ്ങളാണെങ്കിലും അതിനെ കൈകാര്യം ചെയ്യുമ്പോൾ സൂക്ഷിക്കണം. അത് മുഖേന എന്തെങ്കിലും ചെറിയ പ്രശ്നങ്ങൾക്ക് സാധ്യതയുണ്ട്. സുഹൃത്തുക്കളുടെ ഭാഗത്തു നിന്ന് നേരിയ തടസ്സങ്ങളൊക്കെ ഉണ്ടായാലും അവർ സഹായിക്കും ആവശ്യത്തിന്. പുതിയ വസ്തുക്കൾ, വിലപ്പെട്ട വസ്തുക്കളൊക്കെ വാങ്ങിക്കാൻ സാധിക്കും. ഫർണിച്ചറോ അല്ലെങ്കിൽ വീട്ടുപകരണങ്ങളോ ഒക്കെ വാങ്ങിക്കാൻ സാധിക്കും. പൊതുവെ നോക്കുമ്പോൾ ഗുണഫലങ്ങളാണ് കൂടുതൽ. പിന്നെ ധനുക്കൂറിൽ വരുന്ന നക്ഷത്രമാണല്ലോ പൂരാടം. അപ്പോൾ ധനുക്കൂറുകാരുടെ 4 ശനി സഞ്ചരിക്കുന്നതിൻ്റേതായ തടസ്സങ്ങൾ ഏറിയോ കുറഞ്ഞോ ഒക്കെ അനുഭവിക്കേണ്ടി വരും. എങ്കിലും വിഷുഫലം വളരെ അനുകൂലമാണ്. ഗൃഹസ്ഥിതി ഫലം നോക്കുമ്പോഴും ചെറിയ തടസ്സങ്ങളോടെ കാര്യം സാധിക്കും എന്ന് തന്നെയാണ് കാണുന്നത്. ഇനി നമുക്ക് വിഷുഫലത്തിൻ്റെ ഘടകങ്ങളാണ് ആയം, വ്യയം, കന്തായം. ആയം എന്ന് പറഞ്ഞാൽ വരവ്, വ്യയം എന്ന് പറഞ്ഞാൽ ചെലവ്, കന്തായം എന്ന് പറഞ്ഞാൽ ഓരോരോ പീരീഡിലേക്കുള്ള ഒരു വർഷത്തെ നമ്മൾ 3ആയിട്ട് ഭാഗിക്കുമ്പോൾ ആ 3 ഭാഗങ്ങളുടെ ഫലമാണ് അത് കന്തായം എന്ന് പറയുന്നത്. അപ്പോൾ ധനുക്കൂറിൻ്റെ ആയം 5ആണ്, വ്യയവും 5ആണ്. അതുകൊണ്ട് വരവും ചെലവും തുല്യമായിട്ടായിരിക്കും. അധികം സമ്പാദ്യത്തിനൊന്നുമുള്ള യോഗം ഈ വർഷം ഇല്ല. പൂരാടത്തിൻ്റെ കന്തായ ഫലം എന്ന് പറയുന്നത് 6-0-0 എന്നിങ്ങനെയാണ്. അതുകൊണ്ട് മേടം മുതൽ 4 മാസം മനസ്സിന് അല്പം തൃപ്തിക്കുറവായിരിക്കും ഉണ്ടാകുന്നത്. ധനലാഭം ശരാശരി രീതിയിലായിരിക്കും. ചിങ്ങം മുതൽ 4 മാസം പല വിധത്തിൽ അലച്ചിലുണ്ടാകും, ചെറിയ ദുഃഖാനുഭവങ്ങളുണ്ടാകും. ധനവരവ് ശരാശരി രീതിയിൽ ആയിരിക്കും. ധനു മുതൽ 4 മാസം ധനവരവ് ശരാശരി രീതിയിലായിരിക്കും. മനസ്സിന് ഒരു അതൃപ്തി ഉണ്ടാകാൻ സാധ്യതയുണ്ട്. സുഖാനുഭവങ്ങൾ ശരാശരി രീതിയിൽ ആയിരിക്കും. അപ്പം ഇനി നമുക്ക് നോക്കാനുള്ളത് പൂരാട നക്ഷത്രക്കാർ ചെയ്യേണ്ട വഴിപാടുകൾ എന്തൊക്കെയാണ്, അല്ലെങ്കിൽ ദോഷ പരിഹാരങ്ങൾ എന്തൊക്കെയാണ്. ശുക്രപ്രീതികരങ്ങളായ കർമ്മങ്ങൾ ചെയ്യുന്നത് ഈ സമയത്ത് വളരെ ഉത്തമമാണ്. പൂരാടം, പൂരം, ഭരണി നക്ഷത്രങ്ങളിൽ വിഷ്ണു ക്ഷേത്രത്തിൽ ദർശനം നടത്തുക. ലക്ഷ്മി സമേതനായ വിഷ്ണു ഉണ്ടെങ്കിൽ ആ ക്ഷേത്രത്തിൽ ദർശനം നടത്തുന്നത് ധനപരമായ കാര്യങ്ങൾക്ക് കൂടുതൽ ഗുണമായിരിക്കും. വീട്ടിൽ നല്ല ഐശ്വര്യവും സന്തോഷമൊക്കെ ഉണ്ടാകും. മഹാവിഷ്ണു സ്തോത്രങ്ങൾ ജപിക്കുക, നാരായണ മന്ത്രങ്ങൾ ജപിക്കുക, ഇതൊക്കെ ഏറ്റവും ഉത്തമമാണ്. മാസത്തിൽ ഒരു ദിവസമെങ്കിലും വിഷ്ണു ക്ഷേത്രത്തിലോ അവതാരമൂർത്തി ക്ഷേത്രങ്ങളിലോ ദർശനം നടത്തിയിട്ട് എന്തെങ്കിലും ഒരു വഴിപാട് ചെയ്യുന്നത് നല്ലതാണ്. നിങ്ങളുടെ സാമ്പത്തികം അനുസരിച്ച് കഴിയുന്ന വഴിപാട്. തുളസിമാല വാങ്ങിച്ചു വെച്ചാൽ വളരെ നല്ലതാണ്. ഏതായാലും മംഗളകാര്യങ്ങൾക്ക് പോകുന്നതിന് മുമ്പ്, അല്ലെങ്കിൽ ജോലി കാര്യങ്ങൾ, വിവാഹത്തിൻ്റെ ആലോചനകൾ, ഇതിനൊക്കെ പോകുന്നതിന് മുമ്പ് വിഷ്ണു ഭഗവാനൊരു തുളസിമാല സമർപ്പിച്ചിട്ട് പോവുക. ജന്മനാളിൽ പാൽപ്പായസം സമർപ്പിക്കുന്നത് നല്ലതാണ്. രോഗാദി ദുരിതങ്ങൾ ഉണ്ടാകുകയാണെങ്കിൽ, അത് നേരത്തെ പറഞ്ഞല്ലോ, ഭക്ഷണം മുഖേനയുള്ള അസുഖമൊക്കെ ഉണ്ടാകുമ്പോൾ മഹാദേവന് വഴിപാട് ചെയ്യണം. അത് മുക്കുടി പോലുള്ള വഴിപാടുള്ളിടത്താണെങ്കിൽ അത് ചെയ്യുക. അതല്ല എങ്കിൽ കൂവളത്തില കൊണ്ടുള്ള അർച്ചന സമർപ്പിച്ചാലും മതി. അപ്പം അസുഖം നന്നായിട്ട് കുറയുന്നതാണ്. അതോടൊപ്പം തന്നെ ഔഷധവും സേവിക്കണം കേട്ടോ. മരുന്നും പ്രാർത്ഥനയും കൂടെ ഒന്നിച്ച് കൊണ്ടുപോയാൽ മാത്രമേ അസുഖം പൂർണ്ണമായിട്ട് ഭേദപ്പെടുകയുള്ളൂ. ആ മരുന്ന് നമ്മുടെ ശരീരത്തിലേക്ക് ആഗിരണം ചെയ്യാനുള്ള ഒരു ഒരു എനർജൈസറാണ്.
ഒരു കാറ്റലിസ്റ്റാണ് നമ്മുടെ പ്രാർത്ഥന എന്നുള്ളതാണ്. മനസ്സിനെ ശക്തിപ്പെടുത്തുക. മനസ്സും ശരീരവും ഒരുപോലെ ശക്തിപ്പെട്ടാലേ ആരോഗ്യം എന്നുള്ള അവസ്ഥ ഉണ്ടാവുള്ളൂ. അപ്പോൾ അതുകൊണ്ട് മരുന്ന് വേണ്ട, പ്രാർത്ഥന മാത്രം മതി എന്ന് വിചാരിക്കരുത്. മരുന്നും മന്ത്രവും എന്നല്ലേ പറയുന്നത്. അതുകൊണ്ട് തന്നെ മരുന്നും കഴിക്കുക, നല്ലൊരു ഡോക്ടറെ കണ്ടിട്ട് മരുന്ന് കഴിക്കുക, അതോടൊപ്പം തന്നെ നല്ല പ്രാർത്ഥനയും ചെയ്യുക. ഇതാണ് നമുക്ക് പൂരാട നക്ഷത്രക്കാരുടെ വിഷുഫലവും അവർ ചെയ്യേണ്ട വഴിപാടുകളും. ചാനലിൽ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് താല്പര്യപ്പെടുന്നുണ്ടെങ്കിൽ ദയവായിട്ടൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ കൂട്ടുകാർക്കും നിങ്ങളുടെ ബന്ധുക്കൾക്കുമൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. എല്ലാവർക്കും നന്മയുണ്ടാകട്ടെ. നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്കും നിങ്ങളുടെ കുടുംബത്തിലും എല്ലാം ഐശ്വര്യം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാവർക്കും നമസ്കാരം.